മാവൂർ റോഡ് ശ്മശാനം ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതീകാത്മക ശവസംസ്കാരം നടത്തി ബിജെപി നടക്കാവ് മണ്ഡലം കമ്മിറ്റി. മാവൂർ റോഡ് ശ്മശാനത്തിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. മാവൂർ റോഡിലെ ചാളത്തറ ശ്മശാനം പുനർനിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തിയാക്കി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി നടക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവസംസ്കാര പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കെട്ടിനും മാലിന്യ പ്രശ്നത്തിനുമൊന്നും പരിഹാരം കണ്ട് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും പരേതാത്മാക്കളോടെങ്കിലും നീതി പുലർത്താൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് വി.കെ. സജീവൻ പറഞ്ഞു. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് നവീകരണ പ്രവർത്തനം തുടങ്ങിയ ശ്മശാനം 4 വർഷമായിട്ടും തുറന്നുകൊടുക്കാൻ സാധിക്കാത്തത് കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ടാണെന്നും ശ്മശാനം നിർമ്മിക്കാൻ 1.5 ഏക്കർ സ്ഥലം കോർപ്പറേഷന് സൗജന്യമായി നൽകിയ രാരംമീത്തൽ കണാരൻകുട്ടിയുടെ പേര് മാവൂർ റോഡ് ശ്മശാനത്തിന് നാമകരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചില ഉറപ്പുകൾ നൽകിക്കൊണ്ടാണ് അന്ന് സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ശ്മശാനം തുറക്കുന്നതിന് പണി പൂർത്തിയാക്കി തുറക്കുന്നതിന് 4 വർഷം കഴിഞ്ഞിട്ടും ഭരണാധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ഉള്ളത്. അതുകൊണ്ടാണ് വീണ്ടും പ്രക്ഷോഭവുമായി ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ സൂചിപ്പിക്കാറുള്ളൂ. ബാക്കി ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കാര്യമൊന്നും കോർപ്പറേഷൻ മര്യാദക്ക് നോക്കുന്നില്ല, അല്ലേ? നമുക്ക് മഴക്കാല ശുചീകരണത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. മനുഷ്യന്മാരുടെ കാര്യം ഇവിടെ നോക്കുന്നില്ല. ഈ പരേതാത്മാക്കളോടെങ്കിലും അല്പം നീതി കാണിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബിജെപി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ. ഷൈബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ടി.പി. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ നവ്യ ഹരിദാസ്, കൗൺസിലർ C.S. സത്യഭാമ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ N.P. പ്രകാശൻ, പ്രവീൺ തളിയിൽ, വൈസ് പ്രസിഡന്റ് M. ജഗന്നാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.